മോഷണക്കുറ്റം ആരോപിച്ച് പേരൂർക്കട പോലീസ് മാനസികമായി പീഡിപ്പിച്ചു എന്ന പരാതിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിലെത്തിയ ദളിത് യുവതിക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും നീതി ലഭിച്ചില്ല. ദളിത് യുവതിയെ അവഹേളിച്ചു എന്ന ആരോപണം. അഭിഭാഷകനൊപ്പം ഓഫീസിൽ പോയ പനവൂർ ഇരുമരം സ്വദേശി ബിന്ദുവിനാണ് മോശം അനുഭവം ഉണ്ടായത്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി പരാതി വായിച്ചു നോക്കിയില്ല എന്നും കോടതിയിൽ പോകാൻ പറഞ്ഞതായും യുവതി ഒരു മാധ്യമത്തോട് വെളിപ്പെടുത്തി. ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ പോലീസ് തന്നെ മാനസികമായി പീഡിപ്പിച്ചത് 20 മണിക്കൂറോളമാണ്. ബിന്ദുവിന്റെ പരാതി വാങ്ങി പി ശശി മേശപ്പുറത്തേക്കിട്ടു. വായിച്ചു നോക്കിയില്ല. വീട്ടുകാർ പരാതി നൽകിയാൽ പോലീസ് വിളിപ്പിക്കുമെന്ന് പി ശശി പറഞ്ഞതായും ബിന്ദു കൂട്ടിച്ചേർത്തു. മെയ് 13-ാം തീയതി വൈകുന്നേരം 3 മണിക്കാണ് ബിന്ദുവിനെ പേരൂർക്കട പോലീസ് മോഷണ കുറ്റത്തിന്റെ പേരിൽ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചത്. പിറ്റേന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് യുവതിയെ പറഞ്ഞുവിട്ടത്. ജോലിക്ക് പോയ വീട്ടിൽ നിന്നും മാല മോഷണം പോയി എന്ന പരാതിയിലാണ് ബിന്ദുവിനെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയത്. 3 ദിവസം മുൻപാണ് ബിന്ദു അവിടെ ജോലിക്ക് എത്തിയത്. വെള്ളം ചോദിച്ചപ്പോൾ ടോയ്ലറ്റിൽ പോയി കുടിക്കാൻ പറഞ്ഞു എന്നും കസ്റ്റഡിയിലെടുത്ത വിവരം വീട്ടുകാരെ അറിയിച്ചില്ല എന്നും യുവതി പറഞ്ഞു. യുവതി ജോലിക്ക് നിന്ന് വീട്ടിൽ നിന്നും മാല മോഷണം പോയി എന്ന പരാതിയിലാണ് ബിന്ദുവിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയത്. വീട്ടുടമസ്ഥയുടെ പരാതിയെ തുടർന്ന് താൻ ക്രൂരമായ മാനസിക പീഡനം അനുഭവിച്ചെന്നും ബിന്ദു പറഞ്ഞു. പോലീസിനോട് നിരപരാധിയാണെന്ന് കരഞ്ഞു പറഞ്ഞിട്ടും വിട്ടയച്ചില്ല. രാത്രിയായിട്ടും പോലീസ് സ്റ്റേഷനിലാണെന്ന വിവരം വീട്ടുകാരെ അറിയിക്കാനും സമ്മതിച്ചില്ല. രാത്രി വൈകി പനവൂരിലെ വീട്ടിലെത്തിച്ച മാലയ്ക്കായി പോലീസ് പരിശോധനയും നടത്തി. തിരിച്ചു വീണ്ടും പേരൂർക്കട സ്റ്റേഷനിലെത്തിച്ചു. കുടിക്കാൻ വെള്ളം പോലും നൽകിയില്ല. എന്നാൽ ആ വീട്ടിൽ നിന്ന് തന്നെ നഷ്ടപ്പെട്ടെന്ന് കരുതിയ മാല കണ്ടെത്തിയിരുന്നു. ഉടമസ്ഥ പിറ്റേന്ന് പോലീസ് സ്റ്റേഷനിലെത്തി മാല കിട്ടി എന്നറിയിച്ചു. താൻ മോഷ്ടിച്ചില്ലെന്ന് മനസ്സിലായിട്ടും പോലീസ് സ്റ്റേഷനിൽ മണിക്കൂറുകളോളം നിർത്തിയതിനു ശേഷമാണ് ഫോൺ തിരികെ നൽകിയതും വീട്ടിലേക്ക് പോകാൻ അനുവദിച്ചതും. അതേസമയം യുവതിയുടെ പരാതി അവഗണിച്ചിട്ടില്ല എന്നാണ് പി ശശിയുടെ വാദം. ബിന്ദുവിന്റെ പരാതി ഗൗരവത്തോടെയാണ് കണ്ടത്. മോശമായി പെരുമാറിയ പോലീസുകാർക്കെതിരെ അന്വേഷണത്തിനും നടപടിക്കും നിർദ്ദേശിച്ചു. കോടതിയെ സമീപിക്കാൻ ആവശ്യപ്പെട്ടത് വീട്ടുടമയ്ക്കെതിരെ നടപടി വേണം എന്ന ആവശ്യം ഉന്നയിച്ചതുകൊണ്ടാണ്. സംഭവത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർ ആഭ്യന്തര അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. അസിസ്റ്റന്റ് കമ്മീഷണറോടാണ് ആഭ്യന്തര അന്വേഷണത്തിന് നിർദ്ദേശിച്ചത്. സമൂഹത്തിൽ ഉന്നതരുമായി ബന്ധമോ പിടിപാടോ ഒന്നുമില്ലാത്ത ഏതൊരു സാധാരണക്കാരനും ഉണ്ടാകാവുന്ന ഒരു അനുഭവമായിട്ടാണ് ദളിത് യുവതിയുടെ ഈ വിഷയത്തെ ഇപ്പോൾ സമൂഹം ചർച്ച ചെയ്യുന്നത്. ശരിക്കും ഈ യുവതി ഈ വീട്ടുജോലിക്ക് നിന്നു. എന്നാൽ വീട്ടുജോലിക്കാരുടെ ശ്രദ്ധയില്ലായ്മയാണ് ഈ പെൺകുട്ടിയെയാണ് ഈ മാല മോഷ്ടിച്ചത് എന്നുള്ള ഒരു വിഷയത്തിലേക്ക് പോയത്. എന്നാൽ മാല ഇവർ എടുത്തിരുന്നില്ല. മാല വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ അത് വീട്ടുകാരുടെ ശ്രദ്ധയില്ലായ്മ എന്ന് വേണം ചൂണ്ടിക്കാണിക്കാൻ. ശ്രദ്ധയോടെ വീട്ടിനകത്ത് ഈ സ്വർണ്ണാഭരണം ഉണ്ടോ എന്ന് വീട്ടുകാർ പരിശോധിക്കേണ്ടതായിരുന്നു. അതിനുശേഷം മാത്രം അവർക്ക് ഈ സ്ത്രീക്കെതിരെ ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുക്കേണ്ടിയിരുന്നു. ഒരുപക്ഷെ സമൂഹത്തിൽ പിടിപാടില്ല, അല്ലെങ്കിൽ ഈ ഒരു ജോലി ചെയ്യുന്ന തികച്ചും സാധാരണക്കാരായ ആൾക്കാരെ വേട്ടയാടാൻ എളുപ്പമാണ് എന്നുള്ളത് തന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവർക്ക് നേരിട്ട ആ ഒരു പരിഗണനയില്ലായ്മയിൽ നിന്നും മനസ്സിലാക്കാം. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെന്നപ്പോൾ ഒരുപക്ഷെ അവരെ കൂടെ പോകാൻ, അല്ലെങ്കിൽ സ്വാധീനമുള്ള ആരെങ്കിലും കൂടെ ഉണ്ടാകാതിരുന്നതും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇങ്ങനെ ഒരു അനുഭവം അവർക്കുണ്ടായെങ്കിൽ, അവരുടെ നേരെ അത്തരം ഒരു പെരുമാറ്റം ഉണ്ടായി എങ്കിൽ അതും ഒരു കാരണമായിരുന്നിരിക്കാം. അതുകൊണ്ട് തന്നെ തികച്ചും സാധാരണക്കാരായ ആളുകളെ നമ്മുടെ സമൂഹത്തിലെ ഗവൺമെന്റ് ഓഫീസുകൾ, ഗവൺമെന്റ് ജോലിക്കാർ അവരൊക്കെ കൺസിഡർ ചെയ്യുന്ന രീതികളിൽ മാറ്റം വരണമെന്നാണ് ഇതിൽ നിന്ന് പറയേണ്ടത്. മറ്റൊന്ന്, ഇതിലും സാധാരണക്കാരായ അല്ലെങ്കിൽ ഇതുപോലെ സാധാരണക്കാരായവർക്ക് നല്ല അനുഭവങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഭാഗത്തു നിന്നും, അല്ലെങ്കിൽ അവർക്ക് നീതി ലഭിക്കുന്ന അനുഭവങ്ങളും ഉണ്ടായിട്ടുള്ളവർ ചുരുക്കമല്ല. മറ്റുള്ളവർ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തികച്ചും ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ടോ മറ്റോ നമുക്കിതിനെ വിശേഷിപ്പിക്കാമെന്നിരിക്കെ, സാധാരണക്കാരായ ജനങ്ങൾ അവർക്കും എല്ലാ വിഭാഗത്തിനോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ സർക്കാർ സംവിധാനങ്ങളിൽ നിന്ന് നീതി ലഭിക്കണം എന്നുള്ള ആ ഒരു മുറവിളിക്ക് ഒന്നുകൂടി ആക്കം കൂടുകയാണ് ബിന്ദുവിന്റെ ഈ അനുഭവത്തിലൂടെ. ന്യൂസ് ഡെസ്ക് കർമ്മ.